നമ്മൾ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഈമാൻ കാര്യത്തിൻ്റെ അൻതുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ഇതുവരെ നമ്മൾ ഈ 10 ദിവസം പറയണ്ടായി. ഇനി വൽ യൗമിൽ ആഖിർ, ഇതാണ് 5-ാമത്തെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്, അന്ത്യനാളിലുള്ള വിശ്വാസം. ഇതിപ്പോൾ ഞാൻ വല്ലാത്തൊരു സാഹസത്തിനാണ് മുതിരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് 10-20 ദിവസം തുടർച്ചയായി പറഞ്ഞാലും പരലോകം നമുക്ക് പറഞ്ഞ് എവിടെ എത്തിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു വിഷയം ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കി ചെറിയ ഒരു ഫ്രെയിമിലാക്കി ഇന്നും നാളെയുമായി പറയാം ഉദ്ദേശിക്കണം. അപ്പോൾ അത് എത്ര ചെറുതായിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ 5-ാമത് കാര്യം അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിനൊരവസാനമുണ്ട്. ഈ ലോകത്തിലെ സകല വസ്തുക്കളും നശിക്കും, എല്ലാ മനുഷ്യരും മരിക്കും. സൂര്യനും ചന്ദ്രനും ഇദസ്സമാഉ ഇൻഫതറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത്, ഇങ്ങനെ തുടങ്ങി പ്രത്യേകിച്ച് സൂറത്ത് അമ്മ ജുസ്ഇൽ വിശദമായി ഖിയാമത്ത് നാളിൻ്റെ പല അടയാളങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും നശിക്കും. സൂറത്ത് അർ-റഹ്മാനിൽ കാണാം അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു ഹുസ്ബാൻ അനുസരിച്ചാണ്. നമ്മളിപ്പോൾ സാധാരണ പറയാറുള്ള തഫ്സീർ ഒരു നിശ്ചിത കണക്കനുസരിച്ചാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമാണ്. പക്ഷേ വേറെ ചില തഫ്സീറുകളിൽ ഹുസ്ബാൻ എന്നതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഹുസ്ബാൻ മിനസ് സമാ എന്ന് പിന്നെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശത്ത് നിന്നുള്ള ശിക്ഷ, നാശം, ഹലാക്ക്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു വാഹനത്തിൽ ഇന്ധനം നിറച്ചു, പെട്രോൾ അടിച്ചു അല്ലെങ്കിൽ ഡീസൽ നിറച്ചു, എത്ര കാലം ഈ വണ്ടി ഓടും? ആ ഇന്ധനം തീരുന്നത് വരെ, അതുവരെ ആ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇന്ധനം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് നിറക്കണം. സൂര്യനിലുള്ള ഇന്ധനം അത് വറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് സയൻസ് പറയുന്നു. കഴിഞ്ഞ 1-2 മാസം മുമ്പ് ഒരു മലയാളിയായ ISROയുടെ ഒരു അംഗം പറഞ്ഞുവല്ലോ, തീർച്ചയായും ഈ പ്രപഞ്ചം നശിക്കുമെന്ന്. അപ്പോൾ സൂര്യനും ചന്ദ്രനും അതിൻ്റെ ഇന്ധനം വറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അത് നാശത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദശ്ശംസു കുവ്വിറത്ത്, ഇങ്ങനെ തുടങ്ങി ഈ ലോകത്തിൻ്റെ നാശത്തെക്കുറിച്ച് വളരെ വിശദമായി ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ധാരാളമുണ്ട്. ചെറിയ ലക്ഷണങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഖിയാമത്ത് നാളിലേക്ക് സൂചിപ്പിക്കുന്ന ചെറിയ ചെറിയ അടയാളങ്ങൾ ഒട്ടനേകമുണ്ട്. അതെല്ലാം വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് വലിയ അടയാളങ്ങളാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക, ഈസാ നബി വരിക തുടങ്ങിയ കുറേ വലിയ വലിയ അടയാളങ്ങളാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്തിന് ഒരവസാനമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കണം. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ലോകം അവസാനിക്കും. അപ്പോൾ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ പണിയെടുക്കേണ്ടത്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ക. ആഖിറമാണ് ഇന്നലെ നമ്മൾ ഖുതുബയിൽ സൂചിപ്പിക്കേണ്ടായി. ആഖിറമാണ് ഖൈറും അബ്കയും. പക്ഷേ നിങ്ങൾ ദുനിയാവിന് വല്ലാത്ത പ്രാധാന്യം നൽകുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ലോകാവസാനത്തിൻ്റെ 3 ഊത്തുണ്ട് എന്നാണ്. ലോകാവസാനത്തിന് ഒരു ഊത്തോടു കൂടി ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഇത് എന്താ പറയുക, യസ്സമാഉ ഇൻഫതറത് വഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴും. ഇങ്ങനെ ഈ പല അത്ഭുതങ്ങളും സംഭവിക്കും. അപ്പോഴാണ് മനുഷ്യൻ ചോദിക്കുക, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ. അന്ന് ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ അന്ന് മനുഷ്യൻ ചോദിക്കും അത്രേ, മാ ലഹ, ഭൂമിക്ക് എന്ത് പറ്റി? നമ്മുടെ ഭൂമി ഇങ്ങനെ അല്ലല്ലോ,
എന്താണ് ഭൂമിക്ക് സംഭവിച്ചത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നേ ദിവസം ഭൂമി അതിന്റെ വർത്തമാനം പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹു തആല കൃത്യമായി വഹി നൽകുന്നു, ഭൂമിക്ക് വഹി നൽകുന്നു, അതനുസരിച്ച് ഭൂമി അതിന്റെ വാർത്ത വായിക്കുന്നു. അന്ന് വാർത്തകൾ ഭൂമി പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകം അവസാനിക്കും. പിന്നെ രണ്ടാമത്തെ ഊത്തോടുകൂടി എല്ലാ മനുഷ്യരും മരിക്കും. മൂന്നാമത്തെ ഊത്തോടുകൂടി നമ്മളെല്ലാവരും വഇദാ നുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എല്ലാവരും ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കും. ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് 40 യൗമൻ 40 സന, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അല്ലാഹു അഅലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 40 ഉണ്ട്. അത് 40 മാസമാണോ 40 വർഷമാണോ, അല്ലാഹു അഅലം. ഏതായാലും ആ രണ്ട് ഊത്തില്ലേ, മരിച്ചിട്ട് പിന്നെ രണ്ടാമത് എഴുന്നേൽക്കുന്ന ഊത്ത്, അതിനിടയിൽ എല്ലാ മനുഷ്യരും സുഖമായിട്ട് ഉറങ്ങുന്ന, എല്ലാവരും ഉറങ്ങും. എന്നിട്ട് അവർ ഉറക്കിൽ നിന്ന് ഈ മൂന്നാമത്തെ ഊത്ത്, അതായത് പിന്നെ എല്ലാവരും മരിച്ചതിന് ശേഷമുള്ള അവസാന ഊത്തോടുകൂടി എല്ലാവരും എഴുന്നേൽക്കും. എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ കാലു, അപ്പോഴാണ് അവർ ചോദിക്കുക, യാ വൈലന, എന്ത് നാശമാണിത്, മൻ ബഅസനാ മിൻ മർഖദിന, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ ഉണർത്തിയത്, ഞങ്ങൾ ഉറങ്ങായിരുന്നല്ലോ. അപ്പൊ അവരോട് പറയപ്പെടും, മലക്കുകൾ പറയും, അല്ലെങ്കിൽ അവർക്ക് അശരീരിയാകും, ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് റഹ്മാനായ അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ ദിവസമാണ് എന്ന് പറയുന്നത് സൂറത്ത് യാസീനിൽ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത് ആയത്താണ്. അപ്പോൾ ഇതിപ്പോൾ സത്യത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തുടങ്ങുകയും ചെയ്തു, എവിടുന്ന് തുടങ്ങി എങ്ങനെ, അത്രയും വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണാനന്തര ജീവിതം, ഇനി ഇതിൻ്റെ തെളിവുണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെ വിശ്വസിക്കും, അതിൻഷാല്ലാഹ് ഞാൻ നാളെ പറയാം അത് ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുക, എന്താണ് അതിൻ്റെ യുക്തി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ നശ്വരമായ ഈ ദുനിയാവിന് വേണ്ടി ആകരുത്. നമ്മുടെ അമലുകൾ ഖൈറും വഅബ്കക്ക് വേണ്ടി. വലദത്ക ഉമ്മുക യബ്ന ആദം ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഒരു കവി വളരെ മനോഹരമായി പാടി, വലദത്ക ഉമ്മുക യബ്ന ആദം ബാക്കിയ, ഓ ആദമിന്റെ മോനെ, മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ നീ കരയുകയായിരുന്നു അല്ലേ, എല്ലാ കുഞ്ഞും കരയുക ചെയ്യാ. വലദത്ക ഉമ്മുക യബ്ന ആദം ബാക്കിയ, മോനെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ നീ കരയുകയാണ്, കരഞ്ഞുകൊണ്ടാണ് ദുനിയാവിലേക്ക് വന്നത്. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, മനുഷ്യരെല്ലാം, അല്ലെങ്കിൽ നിന്റെ നിന്റെ കുടുംബക്കാർ, നിനക്ക് വേണ്ടപ്പെട്ടവർ, നീ ഇങ്ങനെ ദുനിയാവിലേക്ക് വന്ന സമയത്ത് പൊട്ടിക്കരയുമ്പോ, നീ നിലവിളിച്ച് കരയുമ്പോ, വന്നാസു ഹൗലക യൽഹഖൂൻ, അവരൊക്കെ ചിരിക്കണം, ലഡു കൊടുക്കുക, മെസ്സേജ് അയക്കുക, വാട്സാപ്പിൽ ഇടുക അല്ലേ, അവർക്ക് ഭയങ്കര ആഹ്ലാദം, നീ ചിരിക്കുന്നു. അതുകൊണ്ട് ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ, നീ ശ്രമിക്കേണ്ടത് എന്തിനാണെന്നറിയോ, ഫജ്ഹദ്, നീ പരിശ്രമിക്കണം, ലിനഫ്സിക, നിനക്ക് വേണ്ടി നീ പരിശ്രമിക്കണം. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ, അവരെല്ലാം കരയുന്ന ഒരു നിമിഷമുണ്ട്. അതെപ്പോഴാ, നീ മരിക്കുന്ന സമയം. നീ ജനിച്ചപ്പോൾ നീ ചിരിച്ചു, അവരൊക്കെ നീ കരഞ്ഞു, അവരൊക്കെ ചിരിച്ചു. ഇനി നീ മരിക്കുമ്പോൾ അവരൊക്കെ കരയും, അപ്പൊ നീ ചിരിക്കണം. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അപ്പൊ നിനക്ക് മസ്റൂറാകാൻ കഴിയണം, നിനക്ക് ചിരിക്കാൻ കഴിയണം. അതിനുവേണ്ടി നീ ദുനിയാവിൽ പണിയെടുക്കണം. അപ്പൊ നോക്ക്, നമ്മളൊക്കെ ഓരോ മനുഷ്യനും ജനിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും
ആലോചിക്കാറുള്ള ഒരു കാര്യം പങ്കുവെക്കുകയാണ്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മുടെ വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിലും ഇഖാമത്തും കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫിഖ്ഹും മറ്റൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. അങ്ങനത്തെ സംസാരത്തിലേക്ക് നമ്മൾ പോകാറില്ല. ഏതായാലും വലത്തെ കാതിൽ ബാങ്ക് വിളിക്കും, നമ്മളല്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കും. അപ്പം നിസ്കാരമില്ല. അപ്പം ഞാൻ ആലോചിക്കാറ്, നിസ്കാരമില്ലാത്ത എന്ത് ബാങ്ക്, എന്ത് ഇഖാമത്ത്? അതും ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അതും ആര് ചെയ്യും? നമ്മളല്ല. എന്നാൽ ഇനി ഒരു സമയം വരാനുണ്ട്, അന്നൊരു നിസ്കാരമുണ്ട്. പക്ഷേ അവിടെ ബാങ്കില്ല, അവിടെ ഇഖാമത്തില്ല. ബാങ്കും ഇഖാമത്തുമില്ലാത്ത ഒരു നിസ്കാരം വരാനുണ്ട്. അന്ന് നിസ്കാരമില്ലാത്ത ബാങ്കും ഇഖാമത്തും ഉണ്ടായെങ്കിൽ ഇനി ഇഖാമത്തും ബാങ്കും ഇല്ലാത്ത ഒരു നിസ്കാരം, അതും ആർക്ക് വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ്. അതും ചെയ്യുന്നതാരാണ്? നീയല്ല, മറ്റുള്ളവരാണ്. അപ്പൊ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഇനി എന്തിനു സമയമുള്ളൂ? കൈകെട്ടാനേ സമയമുള്ളൂ. അത്രേ ഉള്ളൂ ദുനിയാവിലെ ജീവിതം, അത്രേ ഉള്ളൂ. യേശുദാസ് പാടിയല്ലോ, നിത്യവും കൂട്ടലെത്ര കിഴിക്കലെത്ര നീ നടത്തി, കറുപ്പ് നീ വെളുപ്പാക്കി, വെളുപ്പ് പിന്നെ കറുപ്പാക്കി, നീ ചേർത്ത കനകമെല്ലാം നിൻ കബറിൽ കടന്നിടുമോ. എത്ര മനോഹരമായ പാട്ടാണ്. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. അപ്പൊ നമ്മുടെ ജീവിതം പിന്നെ എന്താ പറയാ, മരണാനന്തരം ജീവിതമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിനു വേണ്ടി പണിയെടുക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. 3 കഷ്ണം തൂണി ചുറ്റി മുറിയാതീ കീറും ചൊല്ലി, കബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. എത്ര മനോഹരമായ വരിയാണ്. 3 കഷ്ണം തുണി ചുറ്റുക, മുറിയാതെ ദിക്കർ ചൊല്ലി. ദിക്കറിന്റെ മസലന്മാരും പിടിക്കണ്ട, ഇതൊരു പാട്ടാണ്. 3 കഷ്ണം തൂണി ചുറ്റി മുറിയാതെ കീറും ചൊല്ലി, കബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എല്ലാവർക്കും ദിവസത്തിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. എല്ലാവരും നാളെ മയ്യിത്താണ്. നാളെ എല്ലാവരും കബറിലേക്ക് യാത്ര ചെയ്യാനുള്ളവരാണ്. അന്ന് അങ്ങനെ കബറിലെത്തുമ്പോ എന്തുണ്ട് എൻ്റെ കയ്യിൽ? മുൻകർ നക്കീർ വന്ന് അവര് നിന്നെ ഉണർത്തും, എണീക്ക്. എന്നിട്ട് അവര് നിന്നെ ഇരുത്തും. അജ്ലസാക്ക വസഅലാക, എന്നിട്ട് അവര് നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും. എല്ലാവർക്കും ഉണ്ട് ഈ ഒരു അവസ്ഥ. അതുകൊണ്ട് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും നാളെ എനിക്ക് പാരത്രിക ജീവിതത്തിൽ ഉപകാരപ്പെടുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം. ഇതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു യുക്തിയും അതിൻ്റെ ലോജിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണവും സംഗതിയും നാളെ ഇതേപോലെ ഒന്ന് ചുരുക്കി പറയാം. ഇതൊരു ക്രമത്തിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല ബോധ്യവും ഉണ്ട്. കാരണം ഖിയാമത്ത് അല്ലെങ്കിൽ ആഖിറത്ത് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്കത് കൃത്യമായി പഠിക്കണം, ചർച്ച ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയ അമലുകളാണ് റഹ്മാനെ. ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ ദിക്റുകൾ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഇഅ്തികാഫ്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയ ഭീതി നിലനിൽക്കുന്ന സന്ദർഭമാണല്ലാ. അല്ലാഹുവേ, ആ തീയിനെ എത്രയും പെട്ടെന്ന് കെടുത്തണേ അല്ലാ. ആ തീ നീ അണക്കണേ അല്ലാ. കുതന്ത്ര ശത്രുക്കളുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പിടഞ്ഞു വീഴുന്ന പൈതങ്ങൾക്ക് നീ ഷഹാദത്തിന്റെ പ്രതിഫലം നൽകണേ അല്ലാ. ഷഹാദത്തിന്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ.
ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്റെ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. നിന്റെ കാവല് നീ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ ദീനിന് ഉപകാരപ്പെടുന്ന നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ചൊല്ലി ഈമാനോടെ മരിപ്പിക്കണേ ഞങ്ങളെ നീ കാമിലായ ഈമാനോടെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട് റഹ്മാനെ. അവരെയെല്ലാം നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണേ നിന്റെ അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, സുദ്ദീഖുകള്, ശുഹദാക്കളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങൾക്കും നീ ഇടം നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.